കേരള പ്രൈം ടുഡേയുടെ പ്രേക്ഷകർക്ക് നമസ്കാരം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് പാരിപ്പള്ളിക്ക് സമീപം വേളമാനൂർ ക്ഷേത്രത്തിന് സമീപമാണ്. ഇവിടെ എത്തിയപ്പോൾ നമുക്ക് കാണാൻ ഒരു കൗതുകകരമായ ഒരു കാഴ്ച കാണാൻ, അത് കൗതുകമാണോ അതോ പുതിയൊരു ആശയമാണോ എന്ന് നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു കൗതുകകരവും പുതിയൊരു ആശയപരമായ ഒരു കാഴ്ച കാണാൻ സാധിച്ചു. ഇവിടെ ഒരു ആളില്ലാ കട എന്ന് പറഞ്ഞാൽ വാങ്ങാൻ ആളില്ലെന്നല്ല, വിൽക്കാൻ ആളില്ല, പകരം എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. അവിടുന്ന് നമുക്ക് യഥേഷ്ടം എടുക്കാം. ഇവിടെ ബോർഡിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ആളില്ല കട. നിങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ യഥേഷ്ടം എടുക്കാവുന്നതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വില ഇവിടെ സമർപ്പിക്കാവുന്നതുമാണ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇപ്പം നമ്മളിവിടെ വന്ന് നോക്കുകയാണെങ്കിൽ കടയിൽ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. പച്ചക്കറിയുണ്ട്, ബിസ്ക്കറ്റ്, മിഠായി, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. മോര്, കുടിവെള്ളം, അതോടൊപ്പം തന്നെ അറിവ് പകരുന്ന പുസ്തകങ്ങളും എല്ലാം ഇവിടെയുണ്ട്. ഇവിടെ വന്ന് ഈ കടയിൽ വന്ന് നമുക്ക് യഥേഷ്ടം എടുക്കാം. പച്ചക്കറി വേണമെങ്കിൽ പച്ചക്കറി എടുക്കാം. ഇപ്പം ഇതിന് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത്, വില ആയിട്ട് നൽകാൻ എന്താണോ ഉള്ളത്, ആ വില ഇവിടെ സമർപ്പിക്കാമെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മളിവിടെ വരുമ്പോൾ ഇവിടെ ആളില്ല, നമ്മൾ നോക്കുന്നതിനകത്ത് ഒരാളുമില്ല, ഇത് വിൽക്കുന്നതിന് വേണ്ടി ഒരാളില്ല, മറിച്ച് നമുക്ക് യഥേഷ്ടം ഇതെടുക്കാം. അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം. ഇവിടെ എന്താ പറയുന്ന ഒരു ഭരണി വെച്ചിട്ടുണ്ട്. അതായത് നമ്മളെടുക്കുന്ന ആ സാധനത്തിന് നമ്മൾ നിശ്ചയിക്കുന്ന ഒരു വില ഇതിൽ നിക്ഷേപിക്കാം. അതായത് കൂടുതൽ വേണമെങ്കിൽ നിക്ഷേപിക്കാം, അതിപ്പം കുറവാണ്. അതായത് നമ്മളിപ്പം ഈ കുമ്പള് തണ്ണിമത്തനാണ് എടുക്കുന്നത് എങ്കിൽ ഈ തണ്ണിമത്തിന് എന്താണോ വില, ഒരു പക്ഷേ ഈ തണ്ണിമത്തിന് 50 രൂപ വില വരുന്ന തണ്ണിമത്തനാണെങ്കിൽ എൻ്റെ കയ്യിൽ 20 രൂപ ഉള്ളതെങ്കിൽ 20 രൂപ സമർപ്പിക്കാം. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് നല്ലൊരു ആശയമാണ് എന്ന് തോന്നി 100 രൂപയാണെങ്കിൽ 100 രൂപയും സമർപ്പിക്കാം. ആ ഒരു ആശയത്തോടുകൂടി ആരംഭിച്ചതാണ് ഈ ആളില്ലാ കട. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സാമ്പത്തികമായി ഒന്നുമില്ലെങ്കിലും ഇവിടെ നിന്നും ഈ കടയിൽ നിന്നും വേണ്ടുന്ന സാധനങ്ങൾ, അതായത് സാമ്പത്തികമായി ദരിദ്രരായിരിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ സാമ്പത്തികം നൽകാനില്ല, പട്ടിണിയാണ്, ഇവിടെ വന്ന് കുറച്ച് പച്ചക്കറിയോ അങ്ങനെയുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഇവിടെ വരാം, വന്ന് യഥേഷ്ടം സാധനം എടുത്തുകൊണ്ട് പോകാം എന്നുള്ള ആശയത്തിലാണ് ഈ കട ആരംഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഭൂമിക്കാരൻ ആനന്ദാശ്രമം എന്ന് പറയുന്ന ഒരു ആശ്രമത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ കട ഇവിടെ പ്രവർത്തിക്കുന്നത്. ഈ ഭൂമിക്കാരൻ ആനന്ദാശ്രമം ഈ കടയോട് ചേർന്ന് തന്നെയാണ് ഈ ആശ്രമമുള്ളത്. നമുക്കിതിന് ആശ്രമത്തിൻ്റെ നടത്തിപ്പുകാരെ, ഇപ്പോൾ ഇവർ കടയിൽ നിൽക്കാൻ വരില്ല, ഇവർ ഈ കച്ചവടത്തിനായിട്ട് വരില്ല. അപ്പം എങ്കിലും നമുക്ക് അവിടുത്തെ ആളുകളെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് നമുക്ക് എന്താണ് ഈ ആശയം, എങ്ങനെയാണ് ഈ ആശയം ഉദിച്ചത്, ഉടലെടുത്തത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. കടയോട് ചേർന്നുള്ള ആശ്രമത്തിൽ നിന്ന് ഒരു ചേച്ചിയാണ് നമ്മൾ വിളിച്ചപ്പോൾ എത്തിയിരിക്കുന്നത്. നമുക്ക് ചേച്ചിയോട് ഇതിൻ്റെ ഈ ആളില്ലാ കടയുടെ വിശേഷങ്ങളും ഈ ആശ്രമത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളും പറയാം. ചേച്ചി ഒന്ന് വരുമോ? ചേച്ചി നമസ്കാരം. നമസ്കാരം. എന്താ ചേച്ചി പേര്? ശ്രീകല ഭൂമിക്കാരൻ. ശ്രീകല ഭൂമിക്കാരൻ. എന്താ ഈ ഭൂമിക്കാരൻ? രാഷ്ട്രാതിഥികളില്ലാത്ത ലോകം എന്ന് വെച്ചാൽ കേരളീയരല്ല, ഇന്ത്യക്കാരല്ല, ഭൂമിയാണ് നമ്മുടെ വീടെന്ന കോൺസെപ്റ്റിലാണ് ഭൂമിക്കാരൻ എന്ന പേര് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ആളില്ലാ കട എന്നുള്ള ആശയത്തിലേക്ക് വന്നത് എങ്ങനെയാ? ആളില്ലാ കട ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യം തന്നെയാണ്. നമ്മൾ മറ്റുള്ളവർക്ക് ഉണ്ടല്ലോ കൊണ്ടുപോകാൻ, പരസ്പരാനന്ദ ബന്ധുത്വ ജീവിതം, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ആളില്ലാ കട നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. മറ്റുള്ളവർക്ക് ഒരു ആശയം പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. കാരണം സമൂഹത്തിൽ ഇങ്ങനെയും ഒരു കച്ചവട സ്ഥാപനം നടത്താം. ഒരാൾ വന്ന് ഒരു കച്ചവടക്കാരനില്ലാതെ തന്നെ ഒരു സ്ഥാപനത്തിൽ വന്ന് പൈസ ഇട്ടിട്ട് പോയിട്ട് അവർക്ക് കൊണ്ട് തുകയോ അല്ലെങ്കിൽ അതിന് അവർക്ക് കൊണ്ട് ഒക്കുന്ന കണക്ക് ഒരു പൈസ ഇട്ട് ഒരു സ്ഥാപനത്തിൽ ഒരു കച്ചവടക്കാരനില്ലാതെ ഒരു സ്ഥാപനത്തിന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാം. പിന്നെ പൈസ ഇല്ലാത്തവരാണെങ്കിൽ അതനുസരിച്ച് അവർക്ക് എടുത്തുകൊണ്ട് പോകാം എന്ന ആശയം കൂടെ ജനങ്ങളിൽ എത്തിക്കുക എന്നാണ് ആളില്ലാ കട കൊണ്ട്. അതായത് സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടുന്ന ഒരാൾ വരുവാണെങ്കിൽ പൈസ ഇട്ടില്ലെങ്കിലും ഇവിടുന്ന് സാധനം കൊണ്ടുപോകാം. തീർച്ചയായിട്ടും കൊണ്ടുപോകാൻ പറ്റും. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, പൈസ ഇട്ടില്ലെങ്കിൽ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാം. അതേ കണക്കിന് മറ്റു വേണമെങ്കിൽ ഈ മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ പൈസ ഇട്ടിട്ടും, അതെ, കൂടുതൽ പൈസ ഇട്ടിട്ട് വേണമെങ്കിൽ അവരുടെ കഴിവിനനുസരിച്ച്, അവർക്ക് പൈസ കുറവുള്ളവരാണെങ്കിൽ അതനുസരിച്ച് ഇട്ടിട്ട് സാധനം എടുത്തുകൊണ്ട് പോകാം. പൈസ കൂടുതൽ നമുക്ക് നമ്മളെ ഇതൊരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമായിട്ടുള്ളതായതുകൊണ്ട് നമുക്ക് അവർക്ക് എന്തെങ്കിലും ഒരു സഹായമാകുമെന്ന ഉദ്ദേശത്തോടു കൂടെ ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെയാവാം. ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്ന ഈ പച്ചക്കറിക്കൊന്നും വിലയിട്ടിട്ടില്ല. ഇപ്പൊ ഒരാൾ വന്നിട്ട് അത് എടുത്തിട്ട് എങ്ങനെയാണ് അതിന്റെ വില? അത് അവര് നിശ്ചയിക്കണം. നമ്മൾ കൃത്യമായൊരു വില ഇട്ടിട്ടില്ല. അവർക്ക് ഉദ്ദേശിച്ച ഒരു വില ഉണ്ടാവുമല്ലോ. അവർ പൊതുവെ സാധനം വാങ്ങിക്കുന്നവരാണെങ്കിൽ ഒരു ഉദ്ദേശിച്ച ഒരു വില ഉണ്ടാവുമല്ലോ. അതനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള തുക. കാരണം വെച്ചാൽ അവരിപ്പം ഇതിന്റെ കൃത്യമായ തുക ഇടണമെന്ന് നിർബന്ധമില്ല.
ഇല്ല. ഇല്ല. ഇപ്പം വെള്ളരിക്കൊക്കെ എത്ര രൂപ ഉദ്ദേശിച്ച് അവർക്ക് അറിയാമെങ്കിൽ അവരുടെ കയ്യിൽ അത്ര രൂപ ഉണ്ടെങ്കിൽ അത് ഇടാം, അല്ലെങ്കിൽ അതനുസരിച്ച് അവരുടെ കയ്യിൽ എത്രയാണ് ഉള്ളത് അതനുസരിച്ച് ഇടാൻ പറ്റും. ഇപ്പം ഈ പെട്ടിയിലാണ് ഇപ്പം ഈ പണം ഇടുന്നത്. അപ്പം പിന്നെ നമ്മളിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കട കൂട്ടാൻ വരുമ്പോഴത്തേക്ക് നമ്മളിവിടെ വെച്ച സാധനം ഈ പൈസയും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവാറുണ്ടോ? അതായത് വലിയ ലാഭം ഇല്ലെങ്കിൽ പോലും നഷ്ടം സംഭവിക്കും. ലാഭം എന്നത് ഞങ്ങളെ ലക്ഷ്യമേ അല്ല. ലാഭത്തിന് വേണ്ടി അല്ല ഇത്. ഞാൻ പറഞ്ഞ ഒരു സന്ദേശം പകർന്നു കൊടുക്കാനുള്ള സാധനമൊക്കെ നമുക്ക് ഇവിടെ എത്തിക്കണ്ടേ? കച്ചവടം ആണ്, പക്ഷെ ഞങ്ങൾ ആ ലാഭം നോക്കുന്നില്ല. കാരണം ബിസിനസ് കച്ചവടം ആകാൻ ലക്ഷ്യത്തോടെ അല്ലല്ലോ. പറഞ്ഞില്ലേ, ഇങ്ങനെ ഇവിടെ വരുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു ഉദ്ദേശമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരു കട തുടങ്ങാം എന്ന് ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ ഒരു കട ഉണ്ടാവും, ഇങ്ങനെ ഒരു കട നമുക്ക് തുറന്ന് പ്രവർത്തിച്ചാൽ അത് ആളുകൾ ഇത് കണ്ടു പഠിക്കാൻ വേണ്ടി മാത്രമാണ്. എല്ലാ ഏത് സാധനങ്ങളും ആർക്ക് വേണമെങ്കിലും ഏത് സമയം ഇത് വൈകിട്ട് രാത്രി വരെ 27 മണിക്കൂർ പ്രവർത്തിക്കുന്ന കട. 24 മണിക്കൂർ 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കട അടയ്ക്കും. രാവിലെ എത്ര മണിയാകുമ്പോൾ തുറക്കും? രാവിലെ ഒരു 6 മണിക്ക് തുറക്കും. 6 മണിക്ക് തുറക്കും. അപ്പം പിന്നെ ഇത് പൈസ വെക്കാതെ എടുത്തുകൊണ്ട് പോകുന്ന ആളുകളൊക്കെ ഉണ്ടോ? ഉണ്ട്. അവര് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നവരായിരിക്കും. സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടുന്നതാണെന്ന് അറിയത്തില്ല, കൃത്യമായി അറിയത്തില്ല. എടുത്തോണ്ട് പോണവരുണ്ട്. നമ്മളിതിനെ ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ചോദിക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ വെച്ചേക്കുന്ന സ്ഥാനങ്ങൾക്ക് ഏകദേശം നമുക്കൊരു ധാരണയാണ് ഇത്ര രൂപയുടെ സാധനം ഉണ്ട്. വൈകുന്നേരം വരുമ്പോൾ ആ തുക ഇല്ലാതെ വരുമ്പം പിന്നീട് അങ്ങോട്ടുള്ള ഈ കടയെ ഇത് ബാധിക്കത്തില്ലേ? ഇല്ല. ഇവിടെ പൈസ കൊണ്ടല്ല നമ്മൾ പിന്നെ വാങ്ങുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല. ഇവിടെ എത്ര രൂപ കിട്ടുന്നു അങ്ങനെയൊന്നും ശ്രദ്ധിക്കാറില്ല. ഇവിടെ കുറെ സാധനങ്ങൾ വാങ്ങി വെക്കുന്നു, ആളുകൾ എടുത്തുകൊണ്ട് പോകണം. എത്ര രൂപ ഉണ്ടെന്ന് പോലും ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല. കാരണം പിന്നെ ആ പൈസ ലാഭമാണോ നഷ്ടമാണോ? ലാഭ കച്ചവടം അല്ല ഇത്. ലാഭ കച്ചവടം അല്ല ഇത്. ഒരു നമ്മള് സത്യം പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞില്ലേ, ഒരു സന്ദേശം, ഇങ്ങനെ ഒരു കട തുടങ്ങി കാണിക്കണം എന്നുള്ള ഒരു, അതായത് ജനങ്ങൾക്ക് വേണ്ടി അവർക്കൊരു സഹായമായിട്ട് നമ്മൾ ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ ആളില്ലാത്തതുകൊണ്ട് ഇഷ്ടം മാതിരി നമുക്ക് എടുക്കാം. പൈസ വെക്കാൻ പറഞ്ഞില്ല, പൈസ വയ്ക്കാതെ എടുത്തോണ്ട് ഒത്തിരി പേരുണ്ട്. ഇത് എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഇതിപ്പോ ഇത് 1990 തുടങ്ങിയായിരുന്നു. 90 കുറച്ച് 1-2 വർഷം തുടങ്ങിയിട്ട് പിന്നെ മതിയാക്കി ഞങ്ങൾ സംസ്കൃത യൂണിവേഴ്സിറ്റി ജോലിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോയപ്പോൾ പിന്നെ ഇപ്പോൾ വന്നിട്ട് JP റിട്ടയർ ആയി. ഞാനും ജോലി മതിയാക്കി വന്നു. JP എന്റെ ജീവിത പങ്കാളിയാണ്. നിങ്ങൾ രണ്ടുപേരും കാലടി സംസ്കൃത സർവകലാശാലയിൽ പബ്ലിക്കേഷൻ വിഭാഗത്തിലായിരുന്നു. രണ്ടുപേരും ജോലി ചെയ്തിരുന്നത്. JP വിരമിച്ചു, ഞാൻ ജോലി മതിയാക്കി വന്നു. ഇനി പൂർണ്ണമായിട്ടും ഈ ആളില്ലാക്കടയും ഇവിടുത്തെ ഞങ്ങളെ ഭൂമിക്കാരൻ ആനന്ദാശ്രമം എന്താണ് ആ ആശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ഇല്ലേ? ആശ്രമത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്. അപ്പം വിശപ്പ് ഉള്ളവന് അല്ലെങ്കിൽ വിശപ്പുള്ളവന് ഇത് ഭക്ഷണിക്കാൻ വകയില്ലാതെ വരുന്നവർക്കും ഒരു വലിയ ആശ്വാസമാണ് ഈ കടയിലെ. അതെ, ഇപ്പം നമുക്ക് ഏകദേശം മനസ്സിലായി കാണും. അതായത് പിന്നെ പണം ഉള്ളവനും ഇല്ലാത്തവനും എല്ലാവർക്കും ഇവിടെ വരാം. അവർക്ക് യഥേഷ്ടം സാധനങ്ങൾ, കൂടുതൽ സാധനങ്ങളൊന്നുമില്ല, കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. എങ്കിലും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുകയും അവർ അതിനൊരു വില നിശ്ചയിച്ച് അവർക്ക് ആ വില ഈ പറയുന്ന ഭരണിയിൽ നിക്ഷേപിക്കുകയും ചെയ്യാം. ഇനി പട്ടിണിയുള്ള ഒരാളാണ്, അതായത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ഒരാളാണ് എങ്കിൽ അവർക്ക് വന്ന് സാധനം എടുത്തിട്ട് പണം നൽകാതെയും പോകാം. JP എന്ന് പറയുന്ന ശ്രീകല ചേച്ചിയുടെ ഭർത്താവ്, ഇവർ രണ്ടുപേരും കാലടി സംസ്കൃത സർവകലാശാലയിൽ ഉദ്യോഗസ്ഥരായിരുന്നു. അവരവിടെ നിന്നും വന്നിട്ടാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിനോട് ചേർന്നൊരു ആശ്രമമുണ്ട്. ഇവർ അതായത് പുതുതലമുറയിൽ പുതിയ ഒരു ആശയവുമായിട്ട് തുടങ്ങിയ ഒരു ആശ്രമമാണ്. ആശ്രമത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇതിനോടൊപ്പം തന്നെ കാണാം. അപ്പം ഈ ആളില്ലാ കട അത് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇത് കാണുന്നവർ അവരുടേതായ രീതിയിൽ തുടങ്ങാൻ സാധിക്കട്ടെ എന്ന് പറയുകയാണ്. എന്നിട്ട് നമുക്കിനി ആശ്രമത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ആളില്ലാക്കടയുടെ വിശേഷങ്ങളാണ് ഇപ്പം നമ്മൾ കണ്ടത്. ഇപ്പം ഈ ആളില്ലാക്കട നടത്തുന്ന ഭൂമിക്കാരൻ ആനന്ദാശ്രമം, ഈ കടയോട് ചേർന്ന് തന്നെയാണ് ഈ ആശ്രമം ഉള്ളത്. നമുക്കിനി ആശ്രമത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാം. നമുക്ക് ആശ്രമത്തിലേക്ക് ചെന്നിട്ട് വേണം. അവിടെ ഇപ്പം ആശ്രമത്തിലേക്ക് അന്തേവാസികളൊക്കെ എത്തുന്നുണ്ട്. അപ്പോൾ അന്തേവാസികളെക്കുറിച്ചും അപ്പം ഇതിൻ്റെ നടത്തിപ്പുകാരെക്കുറിച്ചും ഒക്കെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാം. ഇതാണ് ഭൂമിക്കാരൻ ആനന്ദാശ്രമം എന്ന് പറയുന്ന സ്ഥാപനം. ഇതിൻ്റെ ആളില്ലാക്കട ഇവരുടേതാണ് ആളില്ലാക്കട. അപ്പോൾ നമുക്ക് ഇവിടെ വന്നപ്പോൾ നമുക്ക് നേരത്തെ കണ്ട ചേച്ചിയുണ്ട്, അതേപോലെ ചേച്ചിയുടെ ഹസ്ബൻഡ് JP അദ്ദേഹമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആശ്രമത്തിലേക്ക് കുറച്ച് നാളോ അല്ലെങ്കിൽ ജീവിതകാലം മൊത്തം ജീവിക്കാനായി എത്തിയ കുറച്ച് ആളുകളുണ്ട്. നമുക്ക് ഇവരെയൊക്കെ പരിചയപ്പെടുകയും കൂടുതൽ വിശേഷങ്ങൾ ഇവരിൽ നിന്നും അറിയുകയും ചെയ്യാം. അപ്പം എല്ലാവർക്കും നമസ്കാരം. അപ്പം ഭൂമിക്കാരൻ ആനന്ദാശ്രമം ഇത് തുടങ്ങിയിട്ട് എത്ര വർഷമായി? ആനന്ദാശ്രമമായിട്ട് 30 വർഷമായി. ഞങ്ങൾ കൂട്ടുജീവനം തുടങ്ങിയിട്ട്
6 വർഷമായി. ഈ 30 വർഷം മുമ്പ് ആരാ ഇത്? എൻ്റെ അച്ഛനായിരുന്നു. ഇതൊരു ആധ്യാത്മിക ആശ്രമമായിരുന്നു. ഇപ്പോഴും ഇപ്പം സാംസ്കാരിക ആശ്രമമാണ്. അതായത് കുട്ടിജീവനേന്ദ്രം. ജാതിയും മതവും ആചാരങ്ങളൊന്നും ഇല്ലാത്തൊരു ഇടമാണ്. മദ്യവും ഇതൊന്നും ഇല്ലാത്ത ഒരാശ്രമമാണ്. അതെ. ഇവിടെ വരുന്ന ആളുകൾ എങ്ങനെയാണ് ഇവിടെ എത്തുന്നത്? അത് ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും. ഞാൻ ചോദിച്ചാൽ അങ്ങനെയല്ല. ഇപ്പം ചില ആശ്രമങ്ങളിലുണ്ട്, അവർ സുഖമില്ലാത്ത ആൾക്കാരെ അനാഥാലയം ആ ഒരു രീതിയിലാണോ ഇത് പ്രവർത്തിക്കുന്നത്? അല്ലല്ല, ഇത് കൂട്ടിജീവന പുതിയ ലോക സ്വപ്നം കാണുന്ന ആൾക്കാരുടെ ഒരുമിച്ച് ജീവിക്കുന്ന സങ്കേതമാണ്. പുതിയ ലോകം അല്ലെങ്കിൽ രാഷ്ട്രാതിഥ്യമില്ലാത്ത, മേൽക്കോയ്മയില്ലാത്ത, ആധിപത്യമില്ലാത്ത, ഭരണമില്ലാത്ത ഒരിടം. എല്ലാവരെയും പരസ്പര ആനന്ദ ബന്ധുത്വ ജീവിതം. ഇവിടെ വരുന്നവർക്ക് ഫീസ് അങ്ങനെ എന്തെങ്കിലും ഈടാക്കുന്നുണ്ട്? ഇല്ല, പണം ഒരു ഘടകമല്ല ഇവിടെ അല്ല. ഉള്ളത് പങ്കിട്ട് എഴുതുക. ഒരേ കയ്യിലുള്ളത് നമുക്ക് ഷെയർ ചെയ്ത്. ഇപ്പം പൈസ ഇല്ലാത്തവരുണ്ടാവും, പൈസ ഉള്ളവരുണ്ടാവും, ജോലിക്ക് പുറത്ത് പോകുന്നവരുണ്ടാവും. അവർക്ക് എന്താണ് ഉള്ളത്, നമുക്ക് ഇവിടെ ഷെയർ ചെയ്യാൻ പറ്റുന്ന, അത് ഇല്ലാത്തവരാണെങ്കിൽ അതനുസരിച്ച് നമുക്കുള്ളത്. അതായത് ഇവിടെ വരുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ജോലിക്ക് പോകാം, ഇവിടെ നിന്നുകൊണ്ട് ജോലിക്ക് പോകാം. ഓക്കെ, അങ്ങനെയാണ്. സ്വന്തം ഇഷ്ടമാണല്ല, സ്വന്തം ഇഷ്ടം. അവർക്ക് പ്രത്യേകം ഞങ്ങൾ ഒന്നും അവരെ അടിച്ചേൽപ്പിക്കുന്നില്ല. ഇവിടെ ഇങ്ങനെയാണ്, വേറെ അങ്ങനെ ഒന്നുമില്ല. ഭക്ഷണക്രമങ്ങൾ ഒരു ഇപ്പൊ ആശ്രമത്തിൽ നിന്നാണ് ഭക്ഷണം നൽകുന്നത് വരുന്നവർക്ക്? ഉണ്ടാക്കി എല്ലാവരും കൂടി ചേർന്ന് ഉണ്ടാക്കി. അതായത് ഇവിടെ എത്തുന്ന എല്ലാവരും ഒരു കുടുംബത്തെ പോലെ ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നു, കഴിക്കുന്നു. അവരവര് കയ്യിൽ നിന്നുള്ള സാമ്പത്തിക സഹായങ്ങൾ കൂടി ആലോചിച്ച് നമ്മളെല്ലാവരും നാളത്തേക്ക് എന്താ ഉള്ളത് പോരായ്മ ഉണ്ടെങ്കിൽ അങ്ങനെ വേണം, ഉള്ളതുകൊണ്ട് എല്ലാവരും കൂടെ കഴിക്കുന്നു. അങ്ങനെയാണ് തലേദിവസം തീരുമാനിക്കും നാളെ എന്ത് വേണമെന്ന്. തലേദിവസം കൂട്ടായി ആലോചിച്ച് നമ്മൾ ഒരാൾ മാത്രമല്ല, എല്ലാവരും കൂടെ എന്ത് നാളെ എന്ത് കഴിക്കാം നമുക്ക്. അങ്ങനെ നമ്മൾ വൈകുന്നേരം ഭക്ഷണം കഴിച്ചതിന് ശേഷം എല്ലാവരും കൂടെ കൂടി നിന്ന് ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തീരുമാനിക്കും നാളെ എന്ത് വേണം. അങ്ങനെ തീരുമാനിച്ച് ടൈം ടേബിൾ ഉണ്ട് ഇവിടെ. അത് കൃത്യമായിട്ട് നടപ്പിലാക്കാനായിട്ട്. ഈ 30 വർഷം മുമ്പ് അച്ഛൻ ഇത് ആരംഭിക്കുമ്പം ഈ രീതിയായിരുന്നോ? അല്ല, അതിൽ സാംസ്കാരിക സത്സംഗവും പുരാണ പാരായണവും അത്ര ഒരു കാഴ്ചപ്പാട് അച്ഛൻ്റെ. അന്ന് ആള് താമസിക്കുമായിരുന്നു? ഇല്ല, പൂർവ്വം വന്ന് താമസിക്കും, വീട്ടിലും താമസിക്കുമായിരുന്നു. അത് ഇത്ര കാഴ്ചപ്പാടൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ 99 ഒരു ജീവാനന്ദ സംഘടന രജിസ്റ്റർ ചെയ്തു. അതുപോലെയാണ് ഈ ചാരിറ്റിയിലോട്ട് വന്നത്. അതിനുമ്പോൾ സാംസ്കാരികം മാത്രമായിരുന്നു, ഒരു പുതിയ ലോക സ്വപ്നം മാത്രമായിരുന്നു. 99 ജീവാനന്ദ സംഘടന രജിസ്റ്റർ ചെയ്ത് പുറത്തുനിന്ന് ആരംഭിച്ചു. അങ്ങനെ എടുത്തപ്പോഴാണ് അതിനുശേഷമാണ് ഈ അനാഥാലയങ്ങളെ കുറിച്ച് കേട്ടു തുടങ്ങിയത് തന്നെ. അതിന് അതൊന്നും അറിയില്ല. അങ്ങനെ ഒരു സ്ഥാപനം നമ്മുടെ വീട്ടിൽ 5 വർഷം താമസിച്ചു, പ്രവർത്തിച്ചു, വീട് വിട്ടുകൊടുത്തു. ഒരു തരത്തിൽ പറഞ്ഞത് അനാഥാലയമല്ല. അല്ലല്ല, ഒരിക്കലും അല്ല. അതായത് ഒരുപക്ഷെ ഒരു ഡിപ്രഷനുള്ള ഒരാൾക്ക് മനസ്സിനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വന്ന് താമസിച്ചിട്ട് വേണമെങ്കിൽ തിരികെ പോകാം. തീർച്ചയായും ജീവിതകാലം മൊത്തം വേണമെങ്കിൽ താമസിക്കാം. അങ്ങനെയാണ്. ഇത് ഞങ്ങളുടെ അല്ല, വരുന്നവരുടേതാണ്. അവർ സംരക്ഷിക്കുക, അവർക്ക് വേണമെങ്കിൽ പോവാം. ഒരിക്കലും ഇത് തുടങ്ങിയ ശേഷം ഇവിടെ എത്ര പേര് ഇങ്ങനെ വന്നിട്ടുണ്ട്? മിനിമം 25 വരെ താമസിച്ചിട്ടുണ്ട്. ഒരു മാസത്തിൽ കുറയാത്ത അളവിൽ 25 വരെ താമസിച്ചിട്ടുണ്ട്. അതിൽ ഈ 25ഓളം പേര് വന്നതിൽ ഇപ്പോഴും നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഇവര് മാത്രമേ ഉള്ളൂ. ഇവര് പ്രവർത്തകയാണ്, ട്രസ്റ്റ് മെമ്പറാണ്. അവരും ഒരു അമ്മയെ മാത്രമേ ഉള്ളൂ. 3 വർഷമായത്. 3 വർഷമായിട്ട് ഇവിടെ തന്നെ താമസിക്കുന്നത്. അപ്പോൾ ഇപ്പം ദൂരദേശത്ത് നിന്നൊക്കെ ആൾ വരുന്നുണ്ടോ? വരുന്നുണ്ട്. ഇന്നും വന്നില്ലേ, കണ്ണൂരിൽ നിന്നും വയനാട്ടിൽ നിന്നും. നാളെ കാസർഗോഡ് നാളെ വരുന്നുണ്ട്. വരുന്നുണ്ട്. ഒരു ഹസ്ബൻഡും വൈഫും കൂടെ താമസിക്കും. ഇപ്പൊ വിളിച്ചു ചോദിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എത്തുന്നവര് എങ്ങനെയാണ് നിങ്ങൾ? അപ്പോൾ അതിപ്പോൾ ദൂരദേശത്ത് നിന്ന് വരുന്ന ആളുകളാണ്. അപ്പോൾ അവർ ഇങ്ങനെ താമസിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനെയൊക്കെ എങ്ങനെയാണ് നിങ്ങൾ തരണം ചെയ്യുന്നത്? താമസിപ്പിക്കുന്നത് പറയാൻ പറ്റില്ല. വരുന്നവർ അവർക്ക് ഒരു ഇടം തേടി വരുന്നതാണ്. അവരൊന്നും താമസിക്കുകയാണ്. നമ്മൾ അവരുടെ സംരക്ഷണ ചുമതല ഏറ്റിട്ടില്ല. വരുന്നവരുടെ താമസിക്കാൻ പറ്റുകയാണെങ്കിൽ, സംതൃപ്തരാണെങ്കിൽ, ഇവിടെ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെയാണ് ഞങ്ങൾക്കുള്ളത്. അത് വന്ന് കാണുക, താമസിക്കാൻ പറ്റുമെങ്കിൽ താമസിക്കുക. അല്ല, ഞങ്ങളാരും പ്രത്യേകം അവർ വന്ന് താമസിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ പ്രത്യേകം താമസിപ്പിക്കുകയല്ല. അവർക്ക് പറ്റുന്നതാണെങ്കിൽ താമസിക്കുക. ഇത്രയും സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഭക്ഷണ രീതികൾ. നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നെങ്കിൽ മാത്രം അവർ താമസിക്കും. ഇപ്പോൾ ഇവിടെ എത്ര പേരുണ്ട്? 10ഓളം പേരുണ്ട് ഇപ്പം ഇവിടെ താമസിക്കുന്നത്. അപ്പം അതിലൊരു ചേട്ടനാണ് ഇദ്ദേഹം. രണ്ടുപേരും ഇന്ന് വന്നതാണ്. എന്താ ചേട്ടൻ്റെ പേരെന്താ? റെനീഷ്. ചേട്ടൻ എവിടെ നിന്ന് വരുന്നത്? വയനാട്ടിൽ നിന്ന്. ഇത് അറിഞ്ഞ് വന്നേണോ? ഈ ഇങ്ങനൊരു ആശ്രമത്തിലേക്ക് എത്താൻ എന്താണ് കാരണം? നമ്മുടെ ഒരു പുതിയ ഈ ഒരു ലോകത്ത്, ഇന്നത്തെ ഒരു സ്വാർത്ഥതയുടെ ലോകത്ത്
നമുക്ക് ഉള്ള ഒരു മാനുഷികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി മാനുഷിക മൂല്യങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് നമുക്കുള്ളത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കണം. ഒരു സഹവർത്തിത്വത്തിൻ്റെ ഒരു വലിയ ഒരു ഉൾക്കാഴ്ച എനിക്ക് ഇവരിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാനും അതിനെക്കുറിച്ച് കൂടുതൽ ഇവിടെ വന്ന് നേരിട്ട് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇന്നല്ലേ ഇവിടെ എത്തിയത്? എത്ര നാൾ ഇവിടെ ഉണ്ടാവും? ഞാനിപ്പം ഇവിടെ പിന്നെ ഇന്നിപ്പം എത്തിയതേ ഉള്ളൂ. എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇവരോട് പറ്റുന്നത്ര സമയം ഇവരോട് ചെലവഴിക്കാന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ളത്. വയനാട്ടിൽ എന്താണ് ചെയ്യുന്നത്? വയനാട്ടിൽ ഞാൻ കൃഷി ബന്ധപ്പെട്ടുള്ള കർഷകനാണ്. കൃഷി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പിന്നെ സ്കൂളുകളിലുള്ള ചില പരിശീലന പരിപാടികളും ഒക്കെ ഉണ്ട്. വ്യത്യസ്തമായിട്ട് കുടുംബം? ആ കുടുംബം വയനാട്ടിൽ ഉണ്ട്. ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്. അവരൊക്കെ അറിഞ്ഞിട്ടാണോ ഇവിടെ എത്തിയത്? ഇവിടെ എത്തിയപ്പോൾ എങ്ങനെ തോന്നുന്നു? ഇവിടെ വന്ന് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പരസ്പരമുള്ള ഒരു എന്താ പറയുക മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ അത് എനിക്ക് വളരെയധികം ഇവരിൽ നിന്ന് നല്ലൊരു അനുഭവമായിരുന്നു. അത് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പരസ്പരം നമ്മളെങ്ങനെ ബഹുമാനിച്ചുകൊണ്ട് പരസ്പരം ഇടപെട്ടുകൊണ്ട് പരസ്പരം നമ്മൾ ഓരോ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുക എന്നുള്ളൊരു കാഴ്ചപ്പാട് അത് എനിക്ക് ഇന്നത്തെ ലോകത്ത് അത് വളരെ അപൂർവമായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇവർക്കത് പ്രാവർത്തികമാക്കാൻ കഴിയുന്നതിനെക്കുറിച്ച് ഇങ്ങനെ അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. നമ്മളിപ്പം ഇന്നിപ്പോൾ 2 പേരെത്തി. മാക്സിമം ഇവിടെ എത്ര പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? 30 പേർക്ക് വന്നാൽ അവിടെ പത്തനാപുരം ഗാന്ധിഭവന്റെ ബ്രാഞ്ചായിട്ട് പ്രവർത്തിച്ചിട്ട് ഞങ്ങൾ കൊടുത്തിരുന്ന വീടാണ്. അപ്പം അത് ഒഴിഞ്ഞ് അപ്പം അത് ഇവിടെ ഒരു 25 പേർക്ക് താമസിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ട്. എന്നുവെച്ചാൽ മുറികളായിട്ടല്ല, ഹാള് പിന്നെ ചെറിയ ചെറിയ മുറികളായിട്ടൊക്കെ 25 പേർക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ട് മുകളിൽ. 30ഓളം പേർക്ക്. അതിലിപ്പോൾ 10ഓളം പേരുണ്ട്. അപ്പൊ ഇനി 20ഓളം പേരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. താമസിക്കാൻ അവരെ നമ്മളെ പരിമിതികൾ ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് വന്ന് താമസിക്കാൻ പറ്റുന്നതാണെങ്കിൽ താമസിക്കാം. ഇങ്ങനൊരു ആശയം, അതായത് ആദ്യമേ പറഞ്ഞു അച്ഛൻ ഒരു എന്താ പറയുന്നത് ആത്മീയമായ ഒരു തലത്തിൽ കൊണ്ടു നടന്ന ഇതിനെ ഈ പുതിയൊരു ആശയത്തിലേക്ക് എത്താൻ കാരണം എന്താ? അല്ല, എൻ്റെ സംശയം സ്വതന്ത്രം എന്താണ് അച്ഛനെ ആധ്യാത്മികതയെ കൊണ്ടുപോയത്. അച്ഛൻ ആദ്യം ഒരു കോവിൻ്റെ പുസ്തകം വായിച്ച് ഒരു യുക്തിയും തന്നെ ആയിരുന്നു. പിന്നീട് ഞാൻ ആ ഉത്തരം പുസ്തകം വായിച്ചിട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്ക് അതിന് ഉത്തരം അന്വേഷിച്ച് ഇത്ര സന്യാസി ആശ്രമങ്ങളും സന്യാസിമാരെയും കാണാൻ പോയി. അങ്ങനെയാണ് അച്ഛൻ ഈ എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയത്. എൻ്റെ സ്വന്തം ചോദ്യങ്ങളല്ല, ഞാൻ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ വേണ്ടി പോയി അച്ഛൻ സന്യാസ ദീക്ഷ സ്വീകരിച്ചു, ഒരു ആശ്രമം തുടങ്ങി അവസ്ഥയിലെത്തി. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ എൻ്റെ കുട്ടിക്കാലം മുതൽ 12 വയസ്സ് മുതൽ ഞാൻ ഈ ദൈവത്തിലും മതത്തിലും ഒന്നും വിശ്വസിച്ചില്ല. ഒരു പുതിയ ലോകം സ്വപ്നം കണ്ട് പ്രവർത്തിക്കാണ്. അപ്പോൾ എന്നെ അച്ഛൻ എൻ്റെ വളർച്ച മൊത്തം അച്ഛനാണ്. അച്ഛൻ കൈ പിടിച്ചാണ് ഈ ആശയത്തിൽ ഞാൻ വന്നത്. അച്ഛൻ മരിച്ചപ്പോഴും ഞാൻ ഒരു ചടങ്ങും ചെയ്തിട്ടില്ല. അച്ഛൻ്റെ അനുമതിയോടുകൂടി അച്ഛൻ സന്യാസിയായിരുന്നെങ്കിലും സംസ്കരിക്കണമെന്ന് വെച്ചാൽ ആവശ്യപ്പെട്ടു. അത് നടന്നു. ഞാൻ തടയായിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അത് നടന്നു. ഇത്തരം എൻ്റെ വഴിയും ശരിയാണ് എന്ന് അച്ഛൻ അംഗീകരിച്ചിരുന്നു. ഇപ്പോൾ സമൂഹം പോണ വഴിയെ എതിർ നിന്നാൽ സമൂഹം വെറുക്കപ്പെടും. അതുകൊണ്ട് അങ്ങനെ പറയരുതെന്ന് അച്ഛൻ ആഗ്രഹിച്ചെങ്കിലും എൻ്റെ വഴി ശരിയാണെന്ന് അച്ഛൻ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്ഥാപനം എന്നെ ഏൽപ്പിച്ചത്. ട്രസ്റ്റ് ഉണ്ടാകണമെന്ന് അച്ഛൻ അന്നേ ആഗ്രഹിച്ചാണ്, ആവശ്യപ്പെട്ടതാണ്. ഇപ്പോൾ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റാക്കി. ഇതിനെന്തെങ്കിലും മറ്റ് സംഘടനകളായിട്ടോ എങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, ഞങ്ങൾ ഒരു സംഘടന മെമ്പർ പോലും അല്ല. അല്ലല്ല, ഒരു സാംസ്കാരിക സംഘടന പോലും മെമ്പറല്ല. ഞങ്ങൾക്ക് ഇതൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ട് നല്ലത്. ഞങ്ങളൊരു സംഘടനയായിട്ടും ഒന്നുമില്ല. ഇത് മറ്റ് ബ്രാഞ്ചുകളോ അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല. ഇവിടെ ഇത് മാത്രമാണുള്ളത്. ഇതിന് പുറത്തേക്ക് ഒരു ബ്രാഞ്ച് തുടങ്ങാനും ആഗ്രഹിക്കുന്നില്ല. ഭാവിയിലുണ്ടാവും. പലരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് അവിടെയൊക്കെ തുടങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ധാരാണ്. ബ്രാഞ്ച് നമ്മൾ സാംസ്കാരിക കേന്ദ്രമാണ്, അനാഥാലയമോ വൃദ്ധസദനമോ അല്ല നമ്മൾ ഉദ്ദേശിച്ചിരിക്കലും. നമ്മൾ കൂട്ടുജീവന കേന്ദ്രം. ആരും ഒറ്റപ്പെടുന്നവർ ഒരിക്കലും ഉണ്ടാവരുത്. ഒരു ആത്മഹത്യക്ക് അഭയമില്ലാത്തതുകൊണ്ട് ആത്മഹത്യക്ക് ഉണ്ടാവരുത്. ആരും പട്ടിണി കിടക്കരുത്. ഈ ഭൂമിയിൽ ആരും അനാഥരല്ല, ആരും ഒന്നിൻ്റെ അവകാശികളുമല്ല. എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. ചിലർ കയ്യൊക്കെ പിടിച്ചു വച്ചിരിക്കുന്നതേ ഉള്ളൂ. അത് തെറ്റാണ്. അതല്ല വേണ്ടത്. നമ്മൾ പണ്ട് വരുമക്കത്തായിരുന്നു, പിന്നെ മക്കത്തായി, ഇനി അയൽപക്കത്തായാകണം. നമ്മൾ ആഗ്രഹം അതാണ്. അതുകൊണ്ട് ഞങ്ങൾക്കുള്ള ഒന്നും ഞങ്ങൾ മക്കൾക്ക് കൈമാറില്ല. ഇത് പൊതു സ്വത്താണ്. ഇത് കൈകാര്യം ചെയ്യുന്നവർക്കുള്ള അവകാശപ്പെട്ടാണ്. ആ ഒരു കാഴ്ചപ്പാടിലാണ് ഞങ്ങൾ അയൽപക്കത്തായം എന്ന കാഴ്ചപ്പാട് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്ക് ഈ ആശ്രമത്തെക്കുറിച്ച് ഏകദേശം മനസ്സിലായി കഴിഞ്ഞു. അതായത് ഇവിടെ വരുന്നവർക്ക് ആശ്രമം എന്ന പേരുണ്ടെങ്കിലും നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു ആശ്രമമല്ലത്.
ഇത് അതായത് പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു ആശ്രമമാണ് നമുക്കിവിടെ ഇന്ന് കാണാൻ സാധിക്കുന്നത്. വരുന്നവർക്ക് ഈ സ്വന്തം വീട് പോലെ താമസിക്കാം. മറ്റ് ആശ്രമങ്ങളിലെ പോലെ വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം ഇവിടെ താമസിക്കണമെന്നില്ല. അതായത് ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നവരും ഡിപ്രഷൻ അനുഭവിക്കുന്നവരും മാനസികമായി മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കൊക്കെ വന്ന് ഒന്ന് റിലാക്സ് ചെയ്യാനും ഇവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒരു കുടുംബത്തെ പോലെ കഴിഞ്ഞ് ഒരു ഒരു കൂട്ടുകുടുംബത്തിൻ്റെ സ്നേഹവും സൗഹൃദവും എല്ലാം അറിഞ്ഞ് അവർക്ക് വേണമെങ്കിൽ മടങ്ങിപ്പോകാം, അതല്ല എങ്കിൽ ജീവിതകാലം മൊത്തം ഇവിടെ താമസിക്കാം. ഈ തരത്തിലാണ് ഈ ആശ്രമം ഈ ദമ്പതികൾ ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. ആദ്യം കണ്ട കടയും ഇവരുടെ എഫേർട്ടിൻ്റെ ഫലമാണ്. അപ്പം ഇവർക്ക് എല്ലാവിധ ആശംസകളും കേരള പ്രൈം ടുഡേയുടെ ഭാഗത്തു നിന്നും നേരുകയാണ്.